ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. പാപത്തിൻ കന്മഷം മൂലം ദൂതർ സഞ്ചയം ശാപത്തിലായി. ആദരവിൽ ലേശമെന്നേ ശാപ മൃത്യുവിലേക്ക് പതിച്ചു. ആദരവിൽ ലേശമെന്നേ ശാപ മൃത്യുവിലേക്ക് പതിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. നോഹിൻ തലമുറക്കാലം ദൈവ സന്ദേശം തള്ളിയ ലോകം ഘോരപ്രളയ ജലത്തിൽ നാശ രക്തത്തിൽ തന്നെ നശിച്ചു. ഘോരപ്രളയ ജലത്തിൽ നാശ രക്തത്തിൽ തന്നെ നശിച്ചു. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം ജനമായി പോറ്റി ഈ കാലങ്ങളെല്ലാം നടത്തി. എങ്കിലും നന്ദിയിൽ ലേശം പോലും ഇല്ലാതെ നാഥനെ തള്ളി. എങ്കിലും നന്ദിയിൽ ലേശം പോലും ഇല്ലാതെ നാഥനെ തള്ളി. ആദരിച്ചെന്നെയും ആദരിച്ചു. സ്വർഗീയ താരൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. സ്വന്തം കുമാരനെ ആദരിക്കാതെന്നെ സ്വർഗീയനാഥൻ ആദരിച്ചു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ജീവിതത്തിൽ എനിക്ക് മധുരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ നിരാശയിൽ ആണ്ടുപോയിരിക്കുന്ന മനുഷ്യൻ ഇനി ഒരു നല്ല കാലം ലഭിക്കുമെന്നുള്ളതായ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അധ്യായങ്ങളെല്ലാം അവസാനിച്ചല്ലോ എന്നോർത്ത് മനസ്സ് പതറിയും ജീവിതം വലഞ്ഞും കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന് ദൈവത്തിൻ്റെ വചനം മധുരം നൽകുകയാണ്. വചനം മധുരമാണ്. ദൈവത്തിൻ്റെ വചനം ആശ്വാസദായകമാണ്. ദൈവത്തിൻ്റെ വചനം സമാധാനം പ്രദാനം ചെയ്യുന്നതാണ്. ജീവൻ്റെ ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉണർന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചൈതന്യമറ്റ ജീവിതത്തിൽ പുതുചൈതന്യം പകർന്നുകൊണ്ടിരിക്കും. നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കും. മനുഷ്യരെല്ലാവരും സമാധാനമില്ലാതെ അഴലുകയല്ലേ? സ്വസ്ഥതയില്ലാതെ വലയുകയല്ലേ? എല്ലാ മനുഷ്യരും എല്ലാം ഉണ്ടെന്ന് തോന്നും. പലതും ഉണ്ട് താനും. സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, നല്ല വീടുണ്ട്, മക്കളുണ്ട്, നല്ല കുടുംബമുണ്ട്. എന്തിനാണ് കുറവ്? പുറമേയുള്ളൊരു മനുഷ്യൻ നോക്കിയാൽ കുറവൊന്നും കാണുകയില്ല. പക്ഷേ അറിയുമ്പോഴാണ് ആ ജീവിതം അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സ് സ്വസ്ഥതയില്ലാതെ അഴന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾക്കും സമാധാനമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? നിങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ടോ? പരസ്പരം കൂറിണക്കമുണ്ടോ? ഇന്നർ ഹാർമണി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തീയ ജീവിതം
ആന്തരികമായ ഹാർമണി തരുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൻ്റെ ഒരുമയുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സ്നേഹവും സന്തോഷവും സമാധാനവും തിങ്ങുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സ്വയം ആശ്വസിക്കുന്നതും അനേകർക്ക് ആശ്വാസം പകരുന്നതുമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അടിക്കടി വന്നതായ ദുരിതങ്ങൾ, അടിക്കടി വന്നതായ അത്യാഹിതങ്ങൾ, മേൽക്കുമേൽ വന്നതായ അനർത്ഥങ്ങൾ, എന്നാൽ അവിടെയെല്ലാം ഇയ്യോബ് ദൈവത്തെ പകച്ചില്ല. ഇയ്യോബ് ദൈവത്തിനെതിരായി നിന്നില്ല. ഇയ്യോബ് ദൈവത്തോട് പരിഭവിച്ചില്ല. ഇയ്യോബ് സ്വയം പരിതപിച്ചുമില്ല. ഇയ്യോബ് പ്രസന്നതയോടെ മനസ്സാന്നിധ്യത്തോടെ ആ പ്രതിസന്ധികളെല്ലാം അഭിമുഖീകരിച്ചു. എന്നാൽ ഭയങ്കരനായ പിശാച് ഇയ്യോബിനോട് വീണ്ടും അസൂയ മുഴുത്ത് ഇയ്യോബിനെതിരെ പിന്നെയും ദൈവസന്നിധിയിൽ ചെന്ന് പരാതി പറയുകയാണ്. ഇയ്യോബ് വെറുതെയാണോ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ സ്വത്തല്ലേ പോയുള്ളൂ, അവൻ്റെ മക്കളല്ലേ പോയുള്ളൂ. അവൻ്റെ സമ്പത്ത് പോയി, മക്കൾ പോയി, ചില നഷ്ടങ്ങൾ വന്നു, ചില കഷ്ടങ്ങൾ വന്നു. ഇയ്യോബിന് എന്താണ് കുഴപ്പം? വല്ല അസുഖമുണ്ടോ? അവന് നല്ല ആരോഗ്യം, നല്ല ആരോഗ്യമുള്ള ദൃഢമായ ശരീരം, അരോഗ ദൃഢഗാത്രം. അവനെന്താണ് കുഴപ്പം? അവൻ്റെ ശരീരത്തിൽ രോഗം വരട്ടെ കാണാം. അവൻ ദൈവത്തെ ത്യജിച്ച് പറയും. ദൈവത്തെ മനുഷ്യൻ ത്യജിച്ച് പറയണമെന്നുള്ളതാണ് സാത്താൻ്റെ ആഗ്രഹം. ദൈവത്തെ ത്യജിച്ച് പറയണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീഷെ എന്ന ഒരു നിരീശ്വരനുണ്ടായിരുന്നു, നീഷെ. അദ്ദേഹം മനുഷ്യജീവിതത്തിൽ വരുന്നതായ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് കടന്നുപോയേ തീരൂ എന്ന് അവൻ സ്വയം വിധിക്കുന്നതായി അദ്ദേഹം കണ്ടു. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ നിന്ന് കഷ്ടതയും ദുരിതവുമുള്ള മനുഷ്യൻ ഉടനെ മരിച്ചു പോവുകയാണ് വേണ്ടത് എന്ന്. ഇവിടെ രോഗമില്ലാത്ത ഒരു ലോകം, ഇവിടെ ആരോഗ്യമുള്ള ഒരു ലോകം, ഇവിടെ കഷ്ടതയില്ലാത്ത ഒരു ലോകം, ഇവിടെ എല്ലാവരും നല്ല അരോഗ ദൃഢഗാത്രരായി ജീവിക്കുന്ന ലോകം. അത് നീഷെ സ്വപ്നം കണ്ടു. നീഷെ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. എല്ലാവരും വളരെ ഉയർന്ന ആരോഗ്യ നിലവാരമുള്ളവരായി തീരണം, നല്ല ബുദ്ധി കൂർമ്മതയുള്ളവരായി തീരണം. അല്ലാത്തവരെല്ലാം മരിച്ചു പോകട്ടെ, അല്ലാത്തവരെല്ലാം കൊന്നൊടുക്കുകയാണ് വേണ്ടത്. ഹിറ്റ്ലർ പറഞ്ഞതും ഈ ആശയം തന്നെയാണ്. ഹിറ്റ്ലർ പറഞ്ഞത് നാസികൾ മനുഷ്യ സമൂഹത്തിൽ അവർ വീരോചിതമായി ജീവിക്കണം, അവരാണ് സമൂഹത്തെ നിയന്ത്രിക്കേണ്ടത്. അല്ലാത്തവരെല്ലാം പ്രായമായവരും ബലഹീനരും രോഗികളും അവശരും ദുഃഖിതരും എല്ലാം തുടച്ചു മാറ്റപ്പെടണം. അതാണ് ഹിറ്റ്ലറുടെ ധാരണയും ഹിറ്റ്ലറുടെ ഉദ്ദേശവും. അങ്ങനെയൊരു പുതുലോകം കെട്ടിപ്പടുക്കണമെന്നുള്ളതായിരുന്നു ഹിറ്റ്ലറുടെയും സ്വപ്നം. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം വെന്തടിഞ്ഞു പോയി, എല്ലാം വീണടിഞ്ഞു പോയി. നീഷെ മരിച്ചു, ഹിറ്റ്ലറും മരിച്ചു. പ്രിയപ്പെട്ടവരെ, മരണമില്ലാത്ത ഒരു ലോകമാണ് സ്റ്റാലിൻ സ്വപ്നം കണ്ടത്. റഷ്യൻ ഭരണാധിപതിയായ സ്റ്റാലിൻ മരിക്കരുത് എന്ന് ആഗ്രഹിച്ചു. മരിക്കരുത് എന്ന് അദ്ദേഹം ശരീരത്തെ രോഗഗ്രസ്തമാകാതെ സൂക്ഷിക്കുവാൻ ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അദ്ദേഹവും മരണത്തെ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകളായ സ്വെറ്റ്ലാന എഴുതിയിരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ദുരിതപൂരിതമായിരുന്നു അതിൻ്റെ അവസാനമെന്നാണ്, ഏറ്റവും യാതനാഭരിതമായിരുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനമെന്നാണ്. സ്വെറ്റ്ലാന പറയുന്നത് അപ്പൻ മരിക്കാൻ നേരത്തുണ്ടായ ആക്രോശങ്ങൾ, ദയനീയമായ പ്രലപനങ്ങൾ, വളരെ വേദനാഭരിതമായ ഞരക്കങ്ങൾ, മൂളലുകൾ, വളരെ നിരാശയോടെയുള്ളതായ വാക്കുകൾ എല്ലാം ഭയാനകമായിരുന്നുവെന്ന്, കേൾക്കാൻ പേടിയായിരുന്നുവെന്ന്, ആ മുറിക്കകത്ത് നിൽക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ അത്രമാത്രം ഭീതിതമായ പേടിപ്പെടുത്തുന്ന ഒരന്തരീക്ഷമായിരുന്നു മുറിക്കകത്ത് എന്നാണ് സ്വെറ്റ്ലാന പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ദുരിതങ്ങളും ഭാരങ്ങളും എല്ലാം ഒഴിവായി കിട്ടണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതെല്ലാം ജീവിതത്തിലുണ്ട് താനും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് വന്നു. അത് കഴിഞ്ഞ് സാത്താൻ അസൂയാലുവായി പിന്നെയും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമുക്ക് വായിക്കാം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ?
അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്, ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന്? മനുഷ്യൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ, ദൈവഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ, ദൈവവിശ്വാസികളുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ, എങ്ങനെ അവരെ നശിപ്പിക്കേണ്ടു, എങ്ങനെ അവരെ ദൈവഭക്തിയിൽ നിന്ന് വ്യതിചലിപ്പിക്കേണ്ടു എന്ന് നോക്കിക്കൊണ്ട് ദുഷ്ടനായ പൈശാചികൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. മനുഷ്യനെ വിഴുങ്ങാൻ നടക്കുകയാണ്. ഭയങ്കരനായ പൈശാചികൻ സാത്താൻ ഇങ്ങനെ മനുഷ്യനെ ചുറ്റി തിരിഞ്ഞ് അവനെ ഭീകരമായി കെടുതിയിൽപ്പെടുത്തുവാനായി അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. യോവിനെ പിന്നെയും ദൃഷ്ടി വെച്ചു. ദൈവത്തോടവൻ പറഞ്ഞു, യോ വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? അവന് രോഗമൊന്നും വന്നില്ലല്ലോ, അവൻ്റെ ത്വക്കിന് കേടൊന്നുമില്ല, ശരീരത്തിൽ രോഗമൊന്നുമില്ല. അവനാകെ പറ്റിയത് മക്കൾ പോയി, അവൻ്റെ സമ്പത്ത് പോയി, അതല്ലേ പറ്റിയുള്ളൂ. കാണാം ഒരു കഠിന രോഗം വരട്ടെ, അപ്പോൾ കാണാം അവൻ്റെ ഭക്തി അവൻ ത്യജിച്ച് കളയും എന്ന് വീണ്ടും സാത്താൻ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് തന്നെ സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. നമുക്ക് വായിക്കാം. സാത്താൻ ദൈവത്തോട് പറയുകയാണ്, 4-ാം വാക്യം മുതൽ. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് സാത്താൻ പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. ദൈവം പറഞ്ഞു, അവൻ്റെ പ്രാണനെ തൊടരുത്, അവന് പ്രാണനാശം വരുത്തരുത്, അവൻ്റെ ശരീരം നിന്റെ കയ്യിലിരിക്കുന്നു, നിനക്ക് സാധിക്കുന്നത് പോലെ അവനെ ഉപദ്രവിച്ചുകൊള്ളൂ എന്ന് ദൈവം അനുവദിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ സാത്താൻ നമ്മെ തൊടാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം അനുവദിച്ചാണെങ്കിൽ അത് നന്മയ്ക്കായി മാറുകയും ചെയ്യും. മറക്കരുത്, സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ പിശാചിന് നമ്മെ തൊടാൻ സാധ്യമല്ല. ദൈവം അനുവദിച്ചാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റിത്തരും. നിശ്ചയമാണ്, ഉറപ്പായ വസ്തുത തന്നെ. നമുക്ക് വായിക്കാം. ദൈവം സാത്താനെ അനുവദിച്ചു, അവൻ ചെന്ന് ഇയ്യോബിനെ ബാധിച്ചു. എങ്ങനെ? 7-ാം വാക്യം. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ഇയ്യോബിനെ ബാധിച്ചു. പിശാചിൻ്റെ ബാധ, സാത്താൻ്റെ ബാധ, രോഗബാധയായി ഇയ്യോബിനെ ബാധിച്ചു. സാത്താൻ ഇയ്യോബിനെ ബാധിച്ചു. വല്ലാത്ത പരുക്കൾ, കഠിനമായ വേദനയുള്ള പരുക്കൾ, പഴുത്ത് വ്രണമായി പൊട്ടുന്നതായ ദുർഗന്ധമുള്ള ചലം പുറത്തു വരുന്ന പരുക്കൾ ഇയ്യോബിൻ്റെ ശരീരത്തിൽ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ. ഇടയ്ക്ക് പരുക്കളുടെ ഇടയ്ക്ക് അല്പം സ്ഥലമുള്ളയിടത്ത് ഭയങ്കരമായ ചൊറിച്ചിൽ. അതുകൊണ്ട് ഇയ്യോബ് എന്ത് ചെയ്തു? അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. പാവം ഇയ്യോബ് വലഞ്ഞുപോയി. അസഹ്യമായ ചൊറിച്ചിൽ, ആസകലം ചൊറിച്ചിൽ, ഒരിടം പോലും ചൊറിച്ചിലില്ലാത്ത സ്ഥലമില്ല. വ്രണങ്ങളാണെങ്കിൽ പഴുത്തു വിങ്ങുന്നു, അതിവേദന. ബാക്കിയുള്ള ഭാഗത്ത്, വ്രണമില്ലാത്ത ഭാഗത്ത് ഭയങ്കരമായ ചൊറിച്ചിൽ. ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് എപ്പോഴും ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നു. ചുരണ്ടുന്നിടത്ത് തൊലി പോകുന്നു, അവിടെ പഴുക്കുന്നു, അവിടെയും വ്രണമാകുന്നു. അങ്ങനെ ആസകലം വ്രണം ബാധിച്ച് ദുർഗന്ധമലീമസമായ ഒരു അന്തരീക്ഷം ആ മുറിക്കകത്തെല്ലാം അങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കുന്നു. ഇയ്യോബ് പരവശനായിപ്പോയി, ഇയ്യോബ് ക്ഷീണിതനായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്. 1, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. 2, ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്. 1, വല്ലാത്ത അത്യാഹിതങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും വരുന്നു, അതാണ് കയ്പ്. 2-ാമത്തെ കയ്പ് ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കയ്പ്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ രോഗത്തിൻ്റെ കയ്പിൽപ്പെട്ട് ഉലയുന്നവരുണ്ടോ? രോഗത്തിൻ്റെ കയ്പേറ്റ് വലയുന്നവരുണ്ടോ? കഠിനമായ രോഗം വന്ന് വിഷമിക്കുന്നവരുണ്ടോ? ഒരു നിമിഷം പോലും ഒരു സ്വസ്ഥതയില്ലാതെ വേദനിച്ച് പുളയുന്നവരുണ്ടോ? ശരീരമാസകലം പുകഞ്ഞു കഴിയുന്നവരുണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് മനസ്സ് മടുത്ത് വിഷമിച്ച് വിഷാദഭരിതരായി വലയുന്നവരുണ്ടോ? ഇവിടെ നാം കാണുന്നത് ഇയ്യോബിനെ സാത്താൻ ബാധിച്ചു, വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. സഹോദരങ്ങളെ, സാത്താൻ്റെ ബാധ, പിശാചിൻ്റെ ബാധ, രോഗത്തിൻ്റെ ബാധ, വല്ലാത്ത പരുക്കൾ. ദൈവത്തിന് സ്തോത്രം. ഓർക്കൂ, എന്നാൽ ഈ വല്ലാത്ത പരുക്കളേറ്റ് വലയുന്ന ഇയ്യോബിൻ്റെ ജീവിതം
പോലെ വലയുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു വചനം പറഞ്ഞു തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, സ്വർഗത്തിലെ ദൈവം തൻ്റെ തിരുവചനം തരുന്നുണ്ട്. വല്ലാത്ത പരുക്കളേറ്റ് വലയുന്നവർ, ദുരിതം പിടിച്ച് വിഷമിക്കുന്നവർ, ശരീരമാസകലം രോഗഗ്രസ്തമായി ഉഴലുന്നവർ, മനസ്സ് സ്വസ്ഥതയില്ലാതെ, ശരീരം സ്വസ്ഥതയില്ലാതെ അഴലുന്നവർ, അവർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നാം വിചാരിച്ചു ദൈവം അവനെ ശിക്ഷിച്ചിരിക്കുകയാണ്, ദൈവം അവനെ അടിച്ചിരിക്കുകയാണ്, ദൈവം അവനെ ദണ്ഡിപ്പിച്ചിരിക്കുകയാണ്, ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് വിചാരിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കുകയാണ് ചെയ്തത്, നമ്മുടെ വേദനകളെ അവൻ ചുമക്കുകയാണ് ചെയ്തത്. ആര്? കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ കിടന്ന് പിടയുന്നു. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ഈ കാര്യം കണ്ടു. പ്രവാചകന് മനസ്സിലായി, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു ക്രിസ്തു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ക്രിസ്തു ചുമന്നു. ദൈവം ശിക്ഷിച്ചതല്ല, ദൈവം അടിച്ചതല്ല, ദൈവം ദണ്ഡിപ്പിച്ചതല്ല. നാം ഏൽക്കേണ്ട ശിക്ഷ, നാം ഓരോരുത്തരും വഹിക്കേണ്ടതായ ശിക്ഷ, നാം അനുഭവിക്കേണ്ടതായ വേദന യേശു അനുഭവിച്ച് തീർക്കുകയായിരുന്നു, നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുകയായിരുന്നു. യേശു ക്രിസ്തു നമ്മുടെ വേദനകളെ ചുമന്നു. വായിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേറ്റതായ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, 12-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമുള്ളതും വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. ആർക്കും നിന്നോട് സഹതാപമില്ല, ആരും നിന്നെ നോക്കുന്നില്ല. ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, നിന്റെ അകൃത്യത്തിൻ്റെ ബാഹുല്യം നിമിത്തം, നിന്റെ അതിക്രമങ്ങളുടെ ബഹുലത നിമിത്തം നിനക്കിതെല്ലാം സംഭവിച്ചിരിക്കുന്നെന്ന് യിരെമ്യാ പ്രവാചകൻ അന്ന് ആ ജനത്തോട് പറഞ്ഞു. നിങ്ങളുടെ അതിക്രമങ്ങൾ മൂലമാണ് നിങ്ങൾക്ക് ഈ അനർത്ഥങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് യിരെമ്യാവ് പറഞ്ഞു. എന്നിട്ട് യിരെമ്യാവ് വീണ്ടും പറയുകയാണ്, 15-ാം വാക്യം. നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത്, നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും 17-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, വളരെ മനോഹരമായൊരു വാക്യം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കൂ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും, നിനക്ക് ദൈവം ആരോഗ്യം വരുത്തും. വേദനയേറ്റ് വിഷമിച്ചു കൊണ്ടിരിക്കുന്നവർ, മുറിവിൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നവർ, വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ശരീരത്തിലെ അസ്വസ്ഥതയിൽ ഭാരപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഈ വാക്കുകളെ കേൾക്കുകയും ദൈവം പറയുകയാണ്, കർത്താവ് ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് തരികയാണ്. ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിക്കും, ഞാൻ നിൻ്റെ വേദനകൾക്ക് ശമനം വരുത്തും, ഞാൻ നിൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് വീണ്ടും പറയുകയാണ്. 19-ാം വാക്യം. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. നിന്നിൽ നിന്ന് ഘോഷം പുറപ്പെടും, സന്തോഷിക്കുന്നവരുടെ ആഘോഷം പുറപ്പെടും. ആനന്ദത്തോടെ നിങ്ങൾ ആർപ്പോടെ പാട്ടുപാടും, ദൈവത്തെ നിങ്ങൾ സ്തുതിക്കും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. 31-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, കുറഞ്ഞു പോകുകയുമില്ല. മകനെ, നിനക്കിപ്പോൾ വർദ്ധിക്കാൻ കഴിയുന്നില്ല, നീ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. മകളെ, നീ താണുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നിന്നെ വർദ്ധിപ്പിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. നിനക്ക് രോഗം മാറ്റി നിനക്ക് ആശ്വാസം തരാമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ രോഗത്തിൻ്റെ കയ്പ് മാറ്റി നിനക്ക് സൗഖ്യത്തിൻ്റെ മാധുര്യം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. 31-ാം അധ്യായം 4-ാം വാക്യം മുതൽ. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച്
നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ നീ പുറപ്പെടും. ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. സന്തോഷിച്ച് നൃത്തം ചെയ്യുന്ന, ആനന്ദിച്ച് സ്തുതിക്കുന്നവരുടെ നിരയിൽ നീയും പുറപ്പെട്ടു വരും. നിന്റെ ദുഃഖകാലം മാറും, നിന്റെ ഇന്നത്തെ ഈ കയ്പ് മാറും, നിനക്ക് മധുരം കിട്ടും, നിനക്ക് സമാധാനം കിട്ടും. നീ നിരാശപ്പെടേണ്ട, നീ തളരേണ്ട, നീ താണിരിക്കേണ്ട, നീ തല കുമ്പിട്ട് നടക്കേണ്ട. ആശ്വാസകാലങ്ങൾ നിന്നെ തേടി വരികയാണ്. സമാധാന കാലങ്ങൾ ഇതാ നിന്റെ അരികത്തേക്ക് വരികയാണ്. വീണ്ടും കർത്താവ് പറയുന്നു, 31 അധ്യായം 16 വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വീണ്ടും, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. മോനെ, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ നല്ല പ്രവൃത്തിക്ക് നിനക്കൊരു പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിച്ചു വരുമ്പോൾ നാം കാണുന്നു അടുത്ത വാക്യം, അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. മോനെ, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. ഒരു നല്ല ശുഭഭാവി നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. 29 അധ്യായം 11 വാക്യം, നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. നല്ല കാലം വരും, നിന്റെ കടമെല്ലാം തീരും. എന്ന് കടം വാങ്ങുന്ന കൈകൾ പലരുടെ മുമ്പിലും കൈ നീട്ടി നീ കടം വാങ്ങി. എന്നാൽ നിന്റെ ഈ കൈകൾ കടം കൊടുക്കുന്ന കൈകളായി മാറും. അല്ല, കടം കൊടുക്കുകയല്ല, സൗജന്യമായി ഉദാരമായി അനേകർക്ക് ദാനം ചെയ്യുന്ന കൈകളായി മാറും. ദൈവത്തിന് സ്തോത്രം. ശുഭകാലം നിന്നെ എതിരേൽക്കാനിരിക്കുന്നു. നല്ല കാലം നിനക്ക് വരാനിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 29 അധ്യായം 11 വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് ദൈവം അറിയുന്നു. അടുത്ത വാക്യം, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? എന്നോടൊന്ന് അപേക്ഷിക്കാമോ? നിത്യനായ ദൈവത്തിൻ്റെ കരുണയുറ്റ പാദപീഠത്തിൽ വന്ന് നിങ്ങളുടെ ഹൃദയം ഒന്ന് പകരാമോ? നിങ്ങൾക്ക് യാചിക്കാമോ? നിങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിപ്പാൻ തീരുമാനിച്ചുകൊണ്ട് മേലിൽ പാവം വരികയില്ല എന്നുള്ള ഉറപ്പേറിയ നിർണയത്തോടു കൂടി എൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ പറയും, യഹോവയുടെ പടിവാതിക്കൽ ജാഗരിച്ച്, തൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പടിവാതിക്കൽ എപ്പോഴും ജാഗരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദിവസം പ്രതി, അസദൃശവാക്യങ്ങളുടെ പുസ്തകം 8 അധ്യായം 24 വാക്യം, ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. യെരമ്യാ പ്രവാചന പുസ്തകം 8 അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ട്. ഈ മുറിവ് കൊണ്ട് ദൈവം മാറി നിൽക്കുകയല്ല. മുറിവ് കണ്ടിട്ട് ദൈവം നിസ്സംഗനായി നിൽക്കുകയല്ല. ദൈവം മാറി നിന്ന് ദൈവം അത് ശ്രദ്ധിക്കാതെ നിൽക്കുകയല്ല. ദൈവം അത് കാണുന്നുണ്ട്. മാത്രമല്ല, ദൈവം നിനക്ക് സൗഖ്യം തരുവാനുള്ള അതിനുള്ള മാർഗം ദൈവം കരുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം 21 വാക്യം മുതൽ. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു. സ്തംഭിച്ചു പോയിരിക്കുന്നു. എനിക്ക് അനങ്ങാൻ വയ്യാതായിരിക്കുന്നു. എനിക്ക് സങ്കടം വർദ്ധിച്ചു വന്നിരിക്കുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് കണ്ടിട്ട് എനിക്ക് അസഹ്യമായ വേദന വന്നിരിക്കുന്നു. ഞാൻ സ്തംഭിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഗിലെയാദിൽ സുഗന്ധതൈലമുണ്ട്. മരുന്ന് ഇടുവാൻ, കുഴമ്പിടുവാനുള്ളതെല്ലാം ഗിലെയാദിൽ ഒരുക്കിയിട്ടുണ്ട്. ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്. ജനത്തിൻ പുത്രിക്ക് രോഗശമനം തരാനുള്ളതായ മരുന്നും കുഴമ്പും
ഗിലെയാദിൽ കരുതിയിട്ടുണ്ട്. ഏതാണ് ഈ ഗിലെയാദിലെ വൈദ്യൻ? ഏതാണ് ഗിലെയാദിലെ സുഗന്ധതൈലം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സുഗന്ധതൈലം ഏതാണ്? സൗഖ്യം തരുന്ന സുഗന്ധതൈലം ഏതാണ്? അത് യേശുവിൻ്റെ തിരുവിലാവിനൊഴുകിയ തിരുരക്തമാണ്. ആ തിരുരക്തം നമുക്ക് സൗഖ്യം തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ പാടി, നിങ്ങൾക്കും പക്ഷേ പാടാൻ അറിയാമായിരിക്കും. നിങ്ങൾക്ക് ചേർന്ന് പാടാം. ഇപ്പോൾ നിങ്ങൾക്ക് ചേർന്ന് പാടാം. നമുക്ക് പാടാം. നോക്കണമെന്തുരിതോ നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. നോക്കണമെന്തുരിതോ നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം. വൈദ്യന്മാർ വക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം. നൽവൈദ്യ നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്കൽ വരുന്നോൻ സുഖമേൽക്കും നൂനം. നൽവൈദ്യ നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്കൽ വരുന്നോൻ സുഖമേൽക്കും നൂനം. സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ ഗിലെയാദിലെ നല്ല വൈദ്യൻ്റെ അരികിലേക്ക് ഓടി വരാമോ? വ്രണങ്ങളെല്ലാം മാറ്റും, വേദനകളെല്ലാം ശമിപ്പിക്കും, ആശ്വാസം പകരും, നിങ്ങളുടെ ബാധകൾ മാറും. സാത്താൻ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ബാധകൾ, രോഗത്തിൻ്റെ ബാധകൾ, ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാം മാറും. നല്ല കാലം വരും. തിരുരക്തത്താൽ നിങ്ങൾക്ക് സൗഖ്യം തരും, പാപങ്ങൾ കഴുകിത്തരും, എല്ലാ തിന്മയും പുറത്തു തരും, കഴിഞ്ഞതെല്ലാം മാറ്റിത്തരും. ഇനി പാപം ചെയ്യരുതെന്ന് മാത്രം കർത്താവ് കൽപ്പിക്കും. അധികം തിന്മയായി ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറയും. കർത്താവ് മാത്രമേ പറയുന്നുള്ളൂ. ഗോ സിൻ നോ മോർ, ഗോ ഇൻ പീസ്, സിൻ നോ മോർ. സമാധാനത്തോടെ പോകുക, ഇനി പാപം ചെയ്യരുത്. അത് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നാഥ, എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലും എൻ്റെ ഉള്ളത്തിലും അനേകം പാപങ്ങൾ വന്നുപോയി, അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ വന്നുപോയി. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, തിരുരക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകിക്കളയണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം മുതൽ പുതിയ സൃഷ്ടിയായി ജീവിപ്പാൻ ഞാനിതാ തീരുമാനിക്കുന്നു. എൻ്റെ രോഗങ്ങൾക്കൊരു ശമനം തരണമേ, രോഗങ്ങൾക്കൊരു ശാന്തി തരണമേ, ഒരു സൗഖ്യം തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എതിർക്കരം എൻ്റെ മേൽ വെക്കണമേ. ഈ കൈപ്പേറിയ അനുഭവങ്ങൾ മാറ്റി മാധുര്യതരമായ അനുഭൂതികളിലേക്ക് നയിക്കണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കരുണയുള്ള പിതാവേ, അവിടുത്തെ ആർദ്ര സ്നേഹം ഞങ്ങൾ സന്ദർശിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, തഴുകണമേ, എതിർക്കർ നീട്ടി അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.